സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ടി ഫാമിലിയുടെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഷെമി ഷെഫി ദമ്പതികളുടെ കുഞ്ഞ് ജനനത്തിന് തൊട്ടു പിന്നാലെയാണ് മരണപ്പെട്ടത്. രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചെങ്കിലും ജീവനുണ്ടായിരുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത്. ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു. എല്ലാവരും ദുആ ചെയ്യണമെന്നാണ് ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോ പങ്കുവച്ച് തങ്ങളുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ ടി ഫാമിലിയിലെ ഷെഫി കുറിച്ചത്. പ്രായത്തിൻ്റെതായ പ്രയാസങ്ങൾ പ്രസവ സമയത്ത് നേരിടേണ്ടി വന്നേക്കാമെന്ന് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഷെഫി സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ കുഞ്ഞിൻ്റെ നെഞ്ചിടിപ്പിൽ വ്യത്യാസമുള്ളതായി ചൂണ്ടിക്കാട്ടി പെട്ടെന്ന് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗർഭകാലത്തെ വീഡിയോകൾ സമൂഹമാധ്യമത്തിൽ ഇരുവരും പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മയ്യത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ഷെഫി പറഞ്ഞ വീഡിയോയിൽ ദുഃഖം നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സംഗീതം കൂടിയുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ മരണവാർത്തയിൽ പശ്ചാത്തല സംഗീതമിട്ട് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തു എന്ന പേരിൽ വന്ന വിമർശനത്തിന് എഡിറ്ററാണ് മറുപടി നൽകിയത്. അതിൻ്റെ കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഷെഫിയും എഡിറ്ററും. അവൻ്റെ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും അത് എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഹാപ്പിയായിട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈയൊരു വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും എന്നെക്കൊണ്ട് നല്ല പോലെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ പബ്ലിക് ആക്കുന്നതും ഞാനാണ്. നിങ്ങൾ അയക്കുന്ന കമൻറ്റ് ഏത് രീതിയിലുള്ള എത്ര മോശമായ കമൻ്റ് ആണെങ്കിലും അതവരെ ബാധിക്കുകയില്ല, എഡിറ്റർ മുബാസ് വ്യക്തമാക്കി. കുഞ്ഞ് മരിച്ച വേദനയിൽ നിന്നും കരകയറി വരികയാണ് ഷെഫിയും ഷെമിയും. ഇങ്ങനെ ചടഞ്ഞിരുന്നാൽ കഴിയില്ല, തങ്ങൾക്ക് കുടുംബവുമായി മുന്നോട്ട് പോകണമെന്നും ഷെഫി പറഞ്ഞു. ഷെമി ആകെ ഡിപ്രഷൻ്റെ അവസ്ഥയിലായിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ പോലും ഷെമിക്ക് പേടിയായിരുന്നു. എപ്പോഴും ആരെങ്കിലും കൂട്ടുവേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ കരകയറി വരികയാണ് ഇരുവരും. കഴിഞ്ഞ ദിവസം പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി ഷെഫിയും ഷെമിയും ഒരു യാത്ര പോയിരുന്നു. കുഞ്ഞ് മരിച്ചെങ്കിലും കുഞ്ഞുള്ളതുപോലത്തെ എല്ലാ പ്രസവ ശുശ്രൂഷകളും അമ്മയ്ക്ക് നൽകണമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും തങ്ങൾ അതിനുവേണ്ടിയുള്ള യാത്രയിലാണെന്നും ഷെഫിയും ഷെമിയും സൂചിപ്പിച്ചിരുന്നു. നിരവധി ആളുകളാണ് ഇരുവരെയും സമാധാനിപ്പിച്ച് സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തുന്നത്.